പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജൂൺ മാസം 4-ാം തീയതി വ്യാഴാഴ്ച. 1 ശമൂവേൽ 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. ഏലി ശമൂവേലിനോട്, പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളണം എന്ന് പറഞ്ഞു. അങ്ങനെ ശമൂവേൽ തൻ്റെ സ്ഥലത്ത് ചെന്ന് കിടന്നു. രാത്രിയുടെ നിശബ്ദത ഭൂമിയെ മൂടിയിരുന്നതായ സമയത്തെയാണ് നമ്മുടെ വചനം പ്രതിപാദിക്കുന്നത്. വിളക്കിൻ്റെ പ്രകാശം മങ്ങിത്തുടങ്ങുന്ന നേരം എന്ന് വിശേഷിപ്പിക്കാം. ആ അവസരത്തിൽ ശീലോവിലെ ദേവാലയത്തിൽ ഒരു ബാലൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അവൻ മറ്റാരുമല്ല, ശമൂവേൽ ആയിരുന്നു. എന്നാൽ ആ രാത്രിയുടെ നിശബ്ദത ഭേദിച്ച് ഒരു സ്വരം മുഴങ്ങി, ശമൂവേലേ, ശമൂവേലേ. അത് മനുഷ്യൻ്റെ ശബ്ദമല്ലായിരുന്നു, അത് സ്വർഗത്തിൻ്റെ വിളിയായിരുന്നു. അതൊരു ബാലനെ മാത്രമല്ല, ഒരു തലമുറയെ ഉണർത്തുവാനുള്ള ആ നേതൃത്വത്തിന് വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ സ്വരമായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്നും ദൈവം നമ്മോട് സംസാരിക്കുന്നവനാ. ഇന്നും അവിടുന്ന് എൻ്റെ മക്കളെ പേര് ചൊല്ലി വിളിക്കുന്നവനാ. പക്ഷേ ലോകത്തിൻ്റെ കോലാഹലങ്ങൾക്കിടയിൽ ആ ദിവ്യ ശബ്ദം നമുക്ക് ശ്രവിക്കുവാൻ കഴിയാതെ പോകുന്നു എന്നതാണ് നമ്മുടെ പ്രശ്നം. ജീവിതത്തിൻ്റെ തിരക്കുകൾ, ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ, ലോകത്തിൻ്റെ ആകർഷണങ്ങൾ, ഇതെല്ലാം നമ്മുടെ ആത്മീയ ചെവികളെ മൂടിക്കെട്ടുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദം ഇടിമുഴക്കത്തിൽ മാത്രമല്ല വരുന്നത്. ചിലപ്പോൾ അത് പ്രഭാതത്തിലെ മഞ്ഞുതുള്ളി പോലെ സാവധാനമായി ഹൃദയത്തിലേക്ക് വീഴും. ചിലപ്പോൾ അമ്മയുടെ താലോലിപ്പ് പോലെ ആത്മാവിനെ സ്പർശിക്കും. ചിലപ്പോൾ കണ്ണുനീർ നിറഞ്ഞ പ്രാർത്ഥനയുടെ നിശബ്ദതയിൽ കേൾക്കും. ശമൂവേലിൻ്റെ മഹത്വം അവൻ്റെ പ്രായത്തിലുപരി കർത്താവേ, ഞാൻ കേൾക്കുന്നു എന്ന് പറയുവാൻ തയ്യാറായ ഹൃദയത്തിലായിരുന്നു. ഇവിടെ സൂചിപ്പിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് അവിടുത്തെ സ്വരം കേൾക്കാൻ വിനയപ്പെടുന്ന ആത്മാക്കളെയാണ്. ഇന്ന് നമ്മോട് ഓരോരുത്തരോടും ദൈവം ചോദിക്കുന്നു, എൻ്റെ ശബ്ദം കേൾക്കാൻ നീ തയ്യാറാണ്? എത്ര മനോഹരമായ ഒരു പ്രാർത്ഥനയാണിത്. യഹോവേ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. ഇതൊരു വാക്കുകൾ മാത്രമല്ല, ഒരു സമർപ്പണമാണ്. ആത്മാവിൻ്റെ വാതിൽ ദൈവത്തിനായി തുറന്നു കൊടുക്കുന്നതാണ്. നമുക്കിങ്ങനെ പറയാൻ സാധിക്കും, ഇത് സ്വർഗത്തോടുള്ള ഒരു വിശുദ്ധ പ്രതികരണവുമാണ്. നമുക്കറിയാം, ദൈവശബ്ദം കേൾക്കുന്നതായ ഭവനങ്ങൾ തകരുകയില്ല. ദൈവശബ്ദം കേൾക്കുന്നവർ വഴിതെറ്റുകയില്ല. ദൈവശബ്ദം കേൾക്കുന്നവർ ആത്മീയ തീയിൽ ജ്വലിക്കും. അതുകൊണ്ട് നമുക്ക് ദിവസവും കുറച്ച് നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ നിശബ്ദനായി ധ്യാനത്തോടുകൂടെ ആയിരിക്കാം. വചനത്തിൻ്റെ മുൻപിൽ ഹൃദയം തുറക്കാം. പ്രാർത്ഥനയിൽ ആത്മാവിനെ ഒഴുക്കാം. പിന്നീട് ശമൂവേലിനെ പോലെ പറയാം, കർത്താവേ, അങ്ങയുടെ ദാസൻ ഇവിടെയുണ്ട്, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. ആ രാത്രിയിൽ ദൈവശബ്ദം കേട്ട ശമൂവേൽ പിന്നീട് ഒരു ജനതയുടെ പ്രവാചകനും നേതാവുമായിട്ട് മാറി. അതുപോലെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ ജീവിതവും സ്വർഗത്തിൻ്റെ കൈകളിൽ ശക്തമായ ആയുധമായി മാറും. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ശമൂവേലിനെ പോലെ നിന്റെ സന്നിധിയിൽ വളരുന്നതായ ഹൃദയം ഞങ്ങൾക്ക് തരണമേ. ലോകത്തിൻ്റെ ശബ്ദങ്ങളിൽ വഴിതെറ്റാതെ നിന്റെ ശബ്ദം കേൾക്കുന്ന ആത്മാവിനെ ഞങ്ങളിൽ ഉണർത്തേണമേ. ഞങ്ങളുടെ ജീവിതവും വാക്കുകളും നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമേ. നീ ഞങ്ങളോടുകൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമായി മാറണമേ. ദൈവം